ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രേവതിയെ കാണാഞ്ഞിട്ട് എവിടെയൊക്കെ പോയി എന്നുള്ള കാര്യം. നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ, ബസ് സ്റ്റാൻഡിൽ, പോലീസ് സ്റ്റേഷനിൽ വരെ പോയി. പോലീസ് സ്റ്റേഷനിലോ? എന്നെ അവിടെ ലോക്കപ്പിൽ ഇട്ടിരിക്കാന്ന് വെച്ചോ എന്നങ്ങ് രേവതി ചോദിച്ചതും നിന്നെ കാണാഞ്ഞപ്പോൾ അച്ഛന് വളരെ വിഷമായി. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാ. അപ്പോഴല്ലേ നിൻ്റെ അനിയൻ അവിടെ വന്നിരിക്കുന്നു. അവനെന്തിനാ സച്ചിയേട്ടാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്? എന്നെ കാണാഞ്ഞിട്ട് പരാതി കൊടുക്കാനോ? നിന്നെ കാണാഞ്ഞിട്ട് പരാതി കൊടുക്കാനല്ല, എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാനാണ് നിന്റെ അനിയ അവിടെ വന്നത്. നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടും ഉപദ്രവിച്ചിട്ടുമാണ് ഇറങ്ങിപ്പോയതെന്നും എന്നെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ നീ എവിടേക്കാണ് പോയതെന്ന് അറിയാൻ പറ്റും എന്നാണ് അവൻ പറയുന്നത്. അയ്യോ എൻ്റെ സച്ചിയേട്ടാ, അവനെന്താ വട്ടാണോ? എനിക്കറിയാം ഇതൊന്നും അവന്റെ കളികളല്ല എന്ന്. അവന്റെ പിന്നിൽ ആരാണെന്നും എനിക്കറിയാന്ന് പറയട്ടോ സച്ചി. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതിയുടെ വീട്ടില് രേവതിയുടെ അമ്മയുടെ അടുത്ത് ദീപ്തി ചോദിക്കുന്നുണ്ട്, ചേച്ചിയെ വിളിച്ചോ എന്നുള്ള കാര്യം. ഇല്ല മോളെ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്തതും നമ്മുടെ രേവതി അങ്ങോട്ട് എത്താണേ. നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കുണ്ടായിരുന്നു അല്ലേ മോളെ? ആ, അതിനെന്താ? അച്ഛനും അമ്മയും വഴക്ക് കൂടാറില്ലേ? ഉണ്ട്. ആ, അതുപോലെ തന്നെ ഇതും. പക്ഷേ അധികം നേരം നീണ്ടു നിൽക്കാറില്ല, പെട്ടെന്ന് ഞങ്ങൾ ഒന്നിക്കും എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ ദീപ്തിയും വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്നായോ ചേച്ചി? ഇന്നലെ തന്നെ ഒന്നായി. അതൊന്നും നിനക്ക് മനസ്സിലാവില്ലടി. നീയും ഒരു കല്യാണം കഴിച്ച ഒക്കെ മനസ്സിലാവുമെന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ ശരത്ത് അങ്ങ് വരികയാണ്. നീ എന്നെ കാണാഞ്ഞിട്ട് എവിടെയൊക്കെ അന്വേഷിച്ചടാ? ഞാനെവിടെയും അന്വേഷിക്കാനൊന്നും പോയില്ല. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. എങ്കിലേ എൻ്റെ സച്ചിയേട്ടൻ എന്നെ തിരഞ്ഞു പോവാത്ത സ്ഥലങ്ങളില്ല. ഈ നാട് മൊത്തം ചുറ്റി അന്വേഷിച്ചു. അവസാനം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അത്രയ്ക്ക് സ്നേഹാടാ അദ്ദേഹത്തിന് എന്നോട്. നിന്നെ എന്തെങ്കിലും സജ്ജേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അത് നീ മനസ്സിലാക്കാതെയാ അദ്ദേഹത്തിനോട് നീ ശത്രുക്കളെന്ന പോലെ പെരുമാറുന്നത് എന്നങ്ങ് പറഞ്ഞതും ദീപ്തി പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് തോന്നുന്നത് ഇവനായിട്ട് കംപ്ലൈന്റ് കൊടുത്തതായിരിക്കില്ല, ഇവനെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണ് എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ രേവതി ചോദിക്കും, എടാ നിന്നോട് ആര് പറഞ്ഞിട്ടാ സച്ചേട്ടനെതിരെ കംപ്ലൈന്റ് കൊടുത്തത്? അത് പിന്നെ ചേച്ചിയെ കാണാതെ വിഷമത്തിലിരിക്കുമ്പോൾ ആന്റണി ചേട്ടനാ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. സച്ചേട്ടൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടാവും അവൻ പറഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരത്ത് രേവതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നിന്നോട് എത്ര തവണ പറഞ്ഞു അവന്റെ കൂട്ടുവിടണമെന്ന്? നീ എത്ര പറഞ്ഞാലും കേൾക്കില്ല അല്ലേ? ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയിട്ട് ആന്റണി ചേട്ടൻ നിർത്തടാ. നിനക്കൊക്കെ അനുഭവം വന്നാലേ പഠിക്കുള്ളൂ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്റെ അനിയനായതുകൊണ്ട് മാത്രമാണ് നിന്റെ മറ്റേ കാലും കൈയും സച്ചേട്ടൻ തല്ലി ഓടിക്കാത്തത്. ഇനി ഞാൻ സച്ചേട്ടനോട് പറയും, എന്റെ അനിയനാണെന്നുള്ള ഒരു പരിഗണനയും നിനക്ക് തരണ്ട എന്നുള്ള കാര്യം. ഇനി എങ്ങനെ നീ സച്ചേട്ടനെതിരെ വന്നാൽ നോക്കിക്കോ എന്ന് പറയട്ടോ. തുടർന്ന് നമ്മുടെ ശരത്താണെങ്കിൽ ആന്റണിയെ കാണാൻ വേണ്ടിയിട്ട് പോണുണ്ട്. നിന്റെ ചേച്ചി വന്നല്ലേ? ആ വന്നു. പൂ കെട്ടാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. സച്ചേട്ടനെതിരെ പരാതി കൊടുത്തതിന് അമ്മയും ചേച്ചി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. എങ്ങനെ വേണ്ടെന്നാ? ഇനിയും സച്ചേട്ടനെതിരെ നമ്മൾ കളിക്കുന്നത് ശരിയല്ല. എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ സച്ചേട്ടന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ ക്യാഷ് മോഷ്ടിച്ചത് സച്ചേട്ടൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, എൻ്റെ ചേച്ചിയോടും പറഞ്ഞിട്ടില്ല. എന്നോട് വല്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ പറയായിരുന്നില്ലേ? എല്ലാവരും സച്ചേട്ടൻ എന്നെ വല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നങ്ങ് പറയുന്ന നേരത്തെ ആന്റണി ചോദിക്കും, നിന്റെ കൈ ഒടിച്ചത് അവനല്ലേ? അത് ഞാൻ സച്ചേട്ടനെ തല്ലാൻ ഓങ്ങിയപ്പോൾ ചെയ്തതല്ലേ? അതുകൊണ്ട് നമുക്ക് ശത്രുക്കളുടെ ലിസ്റ്റിൽ നിന്ന് സച്ചേട്ടന്റെ പേരങ്ങ് വെട്ടാം എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ ആന്റണി ചെവിയിൽ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ.